ഹലോ, ഞാൻ ദേ പിന്നെയും വന്നുട്ടാ. കയ്യിലതായത് വീർപ്പിച്ച ബലൂണും വീർപ്പിക്കാത്ത കുറച്ച് ബലൂണൊക്കെ ആയിട്ടിട്ട വരവ്. എന്താന്ന് വെച്ചാലേ ഇന്നൊരു വിശേഷ ദിവസാ. അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. അപ്പൊ അതിന് കുറച്ച് ബലൂൺ മേടിച്ചതാ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെക്കറേഷൻ വലിയ പിടിപാട് ഉണ്ടായിട്ടൊന്നല്ല. കടയിലിരിക്കുന്ന കണ്ടു മേടിച്ചു അത്ര തന്നെ. അപ്പൊ അതിലുള്ള ശ്വാസം മുഴുവൻ ഞാൻ ഈ ബലൂൺ ഊതി ഊതി തീർക്കും തോന്നുന്നു. അങ്ങനെ ഇപ്പൊ ദേ ബലൂണുകളൊക്കെ വീർപ്പിച്ച് കെട്ടിക്കഴിഞ്ഞു. ഇതിനി എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞോടാ. ബലൂണുകളൊന്നും കയ്യിൽ നിൽക്കണില്ല, ഒരു അനുസരണയില്ലാത്ത സാധനങ്ങളേ. തെക്കോട്ട് വിളിച്ച വടക്കോട്ട് പോണ്. അപ്പൊ ഇനി അവറ്റനെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവറ്റനകത്ത് ടേപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ബലൂണും ഞാനും തമ്മിലുള്ള മൽപ്പിടുത്തത്തിന് ശേഷം കേക്കൊക്കെ പ്ലേറ്റിലാക്കി വെച്ചു. ഇനി കേക്കിനൊന്ന് ചെറുതായിട്ട് മോഡിഫിക്കേഷൻ നടത്തിയാലോ, ഒന്നും മൊഞ്ചത്തേക്കാനായിട്ട്. ഈ വണ്ടീനെയൊക്കെ മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ MED പിടിക്കുന്ന പോലെ ഇവിടെ ഞാനിപ്പോൾ ഈ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ രാധക്കുട്ടി വന്ന് പിടിക്കും. കാരണം എന്താ, ഇത് രാധക്കുട്ടിയുടെ ഫേവറേറ്റ് മിഠായിയാ. ഈ മിഠായി വെച്ചിട്ട് ഞാൻ മോഡിഫിക്കേഷൻ നടത്താൻ പോണതേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലത്തെ അപകടം എന്താന്ന് വെച്ചാലേ മിഠായിയൊന്നും ബാക്കി ഉണ്ടാവില്ല. ഈ ആട് കിടന്നിടത്ത് പൂട പോലും ബാക്കിയില്ലെന്നൊന്നില്ല, ആ അവസ്ഥയാവും. എല്ലാം രാധക്കുട്ടി പറക്കിക്കൊണ്ടുപോകും. അവളുടെ കയ്യിൽ പെടാണ്ട് വേണത് വെക്കാനായിട്ട്. അങ്ങനെ ഞാനത് നല്ല രസത്തിലൊക്കെ വെക്കുന്നുണ്ട്. എന്താവുമെന്ന് കണ്ടറിയാം. അങ്ങനെ എൻ്റെ കലാനൈപുണ്യം മുഴുവൻ പുറത്തെടുത്ത് ഞാൻ കേക്കിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു. ഇനി നോക്കിയേ, ഈ കേക്കിനെ കാണാൻ എങ്ങനെയുണ്ട്, നല്ല മൊഞ്ചത്തി ആയിട്ടില്ലേ. സൂര്യനോ അതോ ബോട്ടിൻ്റെ ഒക്കെ ചക്ര പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയാ? ഇപ്പൊ നോക്കിയേ, എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആദ്യക്കുട്ടി ഇരുന്ന് TV കണ്ടിട്ട് മിസ്റ്റേക്ക് കിട്ടിയവനിരുന്ന് മൊബൈൽ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ വാ, നമുക്കേ അച്ഛനും അമ്മേനെയും വിളിച്ചിട്ട് വരാം. കേക്ക് മുറിക്കട്ടെ. അപ്പൊ നമുക്ക് വാചകടി നിർത്തി കാര്യപരിപാടിയിലേക്ക് കടക്കാം. രാധക്കുട്ടി ഓടിയെത്തിയിട്ട് അച്ചാച്ചനും മാമിക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് കുത്തി കുറിച്ച് വരച്ചും വെട്ടി നുറുക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ കയ്യിലിരിക്കുന്ന റെഡ് സംഭവം കണ്ട, അത് ചെയ്യാനായിട്ട് എൻ്റെ അരക്കുപ്പി ഫെവിക്കോളാണ് ആശാത്തി തീർത്തത്. എന്തെങ്കിലും ആവട്ടെ, അവളുടെ ക്ഷമ കേട്ടു തുടങ്ങി. കേക്ക് മുക്കിയെമ്പിക്കലേ എന്ന് പറഞ്ഞ പോലെ അവൾ കേക്ക് മുറിക്കാൻ ഓടിയെത്തിണ്ട്. അല്ലെങ്കിൽ അതങ്ങനെയാണ്, ഇവിടെ ആർക്ക് എന്ത് കേക്ക് മുറിക്കണമെങ്കിലും അവളെ മുറിക്കുക ഫസ്റ്റ്. അങ്ങനെ അവള് കേക്ക് മുറിക്കാട്ടോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള കേക്ക് മുറിക്കലായാലും രാധക്കുട്ടിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഹാപ്പി ബർത്ത്ഡേ. അവള് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. തിരി വിഷമത്തിലാട്ടോ കൊടുക്കണ്. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ ഷെയർ കുറയില്ലേ, അത് ചെറിയ സങ്കടമുണ്ട്. എന്നാലും അവൾ എല്ലാവർക്കും ഒക്കെ കേക്ക് കൊടുത്ത് അവളും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹാപ്പി. അപ്പോൾ ഇത്രയുള്ളോട്ട് ഇന്നത്തെ വിശേഷം. വീഡിയോ കണ്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.